Hello everyone, product designing software ആയ സോളിഡ്വർക്സിന്റെ ഷീറ്റ് മെറ്റൽ എൻക്ലോഷർ ഡിസൈൻ ട്യൂട്ടോറിയലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നമ്മളുടെ എൻക്ലോഷർ മോഡൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ മോഡൽ റിയൽ വേൾഡിൽ നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എൻജിനീയറിംഗ് ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റെപ്പാണ് ഉള്ളത്. അപ്പം അങ്ങനെ ആ ഒരു എൻജിനീയറിംഗ് ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് മാനുഫാക്ചേഴ്സിന് അല്ലെങ്കിൽ സപ്ലയേഴ്സിന് അയച്ചു കൊടുക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എൻജിനീയറിംഗ് ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പ്രകാരം സോളിഡ് വർക്സിൻ്റെ ആ നിൽക്കുന്ന അസംബ്ലി ഫയലിൽ നിന്നും എക്സ്പോർട്ട്, അതായത് മേക്ക് ഡ്രോയിങ് ഫ്രം പാർട്ട് ഓർ അസംബ്ലി എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മളുടെ ഈ അസംബ്ലി വിൻഡോയിൽ നിന്നും ഡ്രോയിങ് വിൻഡോയിലേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ സ്വിച്ച് ആവുന്നതാണ്. അപ്പം നമുക്ക് നമ്മളുടെ പേപ്പർ സൈസ്, ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ കൂടുതലായിട്ട് ഇതിന് മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സർട്ടിഫൈഡ് സോളിഡ് വർക്സ് അസോസിയേറ്റ് സ്കിൽസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സോളിഡ് വർക്സിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മളിപ്പം ഈ ഒരു എൻജിനീയറിംഗ് ഡ്രോയിങ്സ് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനിപ്പോൾ A0 ISO സ്റ്റാൻഡേർഡിലുള്ള ഇതിലാണ് എടുക്കുന്നത്. ആ ഒരു പേപ്പർ സൈസാണ് എടുക്കുന്നത്. അതിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ നമ്മളുടെ മോഡലിൻ്റെ വ്യൂസ് വരും. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു വ്യൂ, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വ്യൂ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക, ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളുടെ ആ ഒരു അപ്പിയറൻസ് വരും. അതിനുശേഷം ടോപ്പ്, മുകളിലേക്ക് മൗസ് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പിലേക്ക് ഇത് വരും. അതുപോലെ തന്നെ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് ഇത് വരും. അതുപോലെ തന്നെ മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓർത്തോഗ്രാഫിക് വ്യൂ എന്നുള്ള വ്യൂ കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മളുടെ വ്യൂസിനെയൊക്കെ ഒന്ന് വലുതാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലുതാക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഏതിനെയാണോ വലുതാക്കേണ്ടത് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സ്കെയിലിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. അപ്പോൾ 1:2 2:1. അപ്പോൾ നമ്മൾ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ മോഡലിനെ വലുതാക്കുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്യാം. ജസ്റ്റ് ഇവിടെ ഇട്ടിരിക്കട്ടെ. ഈ മെയിൻ, അതായത് ബേസ് വ്യൂവിനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്കെയിലിനെ വലുതാക്കാം. ഓക്കെ, അപ്പം ബാക്കിയുള്ള രണ്ടും കൂടി വലുതാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വ്യൂ ഈ ഒരു സൈസിൽ ഓക്കെയാണ്, ഞാൻ കംഫർട്ടബിൾ ആണ്, അതുകൊണ്ട് ഞാൻ ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ജസ്റ്റ് ഇതിനെ പ്രോപ്പറായിട്ട് മൂവ് ചെയ്ത് വെക്കുന്നു. ഏകദേശമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു, എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. ഇത് നമ്മളുടെ അസംബ്ലി ഫയലിൻ്റെ ഡ്രോയിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് ഡയമെൻഷൻസ് ഒന്നും ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ ഒരു അസംബ്ലി ഫയൽ, അതല്ലെങ്കിൽ ഈ ഒരു അസംബ്ലി ഡ്രോയിങ് വന്നിട്ട് ഇതിനകത്തുള്ള പാർട്ടുകൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഈ അസംബ്ലി ഫയൽ ഡ്രോയിങ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അപ്പിയറൻസ് ഒന്ന് ചേഞ്ച് ചെയ്യാം. കാരണം ഇതെന്ത് മെറ്റീരിയൽ ആണ്, എന്ത് ഡീറ്റെയിൽ ആണ് എന്നൊക്കെ ഉള്ളതിന് വ്യക്തമായിട്ട് കാണുന്നതിന് വേണ്ടി നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാം. അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഈ ഒരു പാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു വിൻഡോ വരും, ഡ്രോയിങ് വിൻഡോ വരും. ഇനിയിപ്പം ചിലപ്പോൾ പാർട്ട് വിൻഡോ ആണ് വന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഡ്രോയിങ് വ്യൂ എടുക്കുക. ഡ്രോയിങ് വ്യൂ എടുത്തിട്ട് ഡിസ്പ്ലേ സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മളുടെ അപ്പിയറൻസ് വിൻഡോ മാറിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഈ പാർട്ടുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ഒരു മോഡലിൻ്റെ, അതായത് ഈ ഒരു പ്രൊജക്ഷൻ വ്യൂവിൻ്റെ പാർട്ടുകളെല്ലാം, അതായത് ബിൽ ഓഫ് മെറ്റീരിയൽസിനെ ഇൻക്ലൂഡ് ചെയ്യണം ഇതിനകത്തേക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലിൽ വരിക. അതിനുശേഷം ഇൻസേർട്ട് എന്നുള്ള ഈ ഒരു ടാബ് ഉണ്ട്. അതിൽ വന്നതിന് ശേഷം ടേബിൾ എടുക്കുക. ടേബിളിനകത്ത് ഇവിടെ ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ ചോദിക്കും. നമ്മളിത് നേരത്തെ സെലക്ട് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ബിൽ ഓഫ് മെറ്റീരിയൽ എടുത്തതിന് ശേഷം ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താലും മതിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബോം ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഏതൊക്കെ ടൈപ്പിലാണ് ബോം ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മളുടെ ടോപ്പ് ലെവൽ ഓൺലി ഉണ്ട്, പാർട്സ് ഓൺലി ഉണ്ട്, ഇന്റൻഡഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഡിഫോൾട്ട് ആയിട്ട് സാധാരണഗതിയിൽ എല്ലാവരും ചൂസ് ചെയ്യുന്നത് ഈ ടോപ്പ് ലെവൽ ഓൺലി എന്നുള്ളതാണ്. കാരണം ഇതൊരു അസംബ്ലി ആണല്ലോ. ഇതിനകത്ത് എന്തൊക്കെ പാർട്സുകൾ ഈ അസംബ്ലിയിൽ ഉണ്ട് എന്ന് മാത്രം നമുക്ക് ഈ ഒരു ഡ്രോയിങ്ങിൽ മെൻഷൻ ചെയ്താൽ മതിയാവുന്നതാണ്. സോ ഡിഫോൾട്ട് ആയിട്ട് എല്ലാവരും ചൂസ് ചെയ്യുന്നത്, ഇൻഡസ്ട്രിയലായിട്ട് ചൂസ് ചെയ്യുന്നത് ഈ ഒരു ടോപ്പ് ലെവൽ അസംബ്ലി എന്നുള്ളത് മാത്രമാണ്.
അപ്പം അത് തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ മൗസ് പോയിന്ററിന്റെ അടുത്തായിട്ടൊരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് വന്നിട്ടുണ്ടാകും. അതിനെ നമുക്ക് എവിടെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബിൽ ഓഫ് മെറ്റീരിയൽസ് അവിടെ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നമ്പർ വിട്ടിട്ട് ഏതൊക്കെ ഐറ്റംസ് ആണുള്ളത്. അസംബ്ലി 3, അസംബ്ലി 2, PCB ഉണ്ട്, അസംബ്ലി ഉണ്ട്, BSO ഉണ്ട്, പെം സ്റ്റാൻഡ് ഓഫിൻ്റെ ഇതുണ്ട്. അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ വലുതാക്കാം, ചെറുതാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ വലുതാക്കാം. ഇത് എക്സൽ പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഇതിനകത്തുള്ള എക്സലിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെയൊക്കെ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇത് ചെയ്യാം. ഇതിനെ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് ചെറുതാക്കോ വലുതാക്കോ ഒക്കെ ചെയ്യാം. ഇതിൻ്റെ കോളംസിനെ ഇതിനെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് വേണമെങ്കിൽ ഇടാം. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ മിസ്സിംഗ് ആണല്ലേ. അപ്പോൾ ഈ മിസ്സിംഗ് ആയിട്ടുള്ള പാർട്ടുകളുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ അസംബ്ലി എന്നുള്ള ആ ഒരു വിൻഡോയിൽ വരിക. ഈ വിൻഡോയിൽ വന്നതിന് ശേഷം ഇത് നമ്മുടെ അസംബ്ലിയാണ്, അതായത് ബേസ് പാർട്ടിന്റെ അസംബ്ലിയാണ്. അപ്പോൾ ഈ ഒരു അസംബ്ലിയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് ഫയൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ ഉണ്ട്. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കോൺഫിഗറേഷൻ സ്പെസിഫിക് എന്ന് പറഞ്ഞ ടാബിലേക്ക് വരണം. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ അതിന്റെ പേര് കൊടുക്കുക. അതായത് ഇത് നമ്മുടെ ബേസ് പാർട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ബേസ് പാർട്ട് എന്ന് കൊടുക്കുക. എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പഴയ ആ ഒരു ഇതിലേക്ക് തന്നെ വരിക. അതിനിവിടെ വിൻഡോ എടുക്കുക. വിൻഡോ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഇതിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ആ ഒരു ഇൻഫർമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫയലിൻ്റെയും ടോപ്പ് പാർട്ടാണല്ലോ ഇത്, രണ്ടാമത്തെ ഫയൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പ് പാർട്ടിൻ്റെ ഇൻഫർമേഷൻ ഇതിൽ വന്നിട്ട് കോൺഫിഗറേഷൻ സ്പെസിഫിക് എന്നുള്ളതിനകത്ത് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് പാർട്ടാണ് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അതേ വിൻഡോയിലേക്ക് വരിക. ഷീറ്റ് അസംബ്ലി വിൻഡോയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ടോപ്പ് പാർട്ട് എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ PCB അസംബ്ലിയുടെ ഫയലിനെ ഓപ്പൺ ചെയ്യുക. അതിനെ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഇൻഫർമേഷൻ വിൻഡോ, അതിനുശേഷം നമ്മൾ കോൺഫിഗറേഷൻ സ്പെസിഫിക്കിനകത്ത് വന്നിട്ട് ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഇതൊരു PCB ഫയൽ എന്ന് മാത്രം കൊടുത്താൽ മതി. ഇത് PCB ഫയൽ ആണല്ലോ, ഒരു റെഫറൻസിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മറ്റ് പാർട്ട് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ ഓരോ ഡീറ്റെയിൽസുകൾ നമുക്ക് ഇതിൻ്റെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഷീറ്റിൽ ഈ ഇൻഫർമേഷൻസ് എല്ലാം വന്ന് ഫില്ലായിട്ടുണ്ടാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ സൈസ് ഒന്നാമത്തെ കോളം, രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ കോളം, നാലാമത്തെ കോളം തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ തമ്മിൽ ഒരു മിസ്മാച്ചിങ് ഉള്ളതായിട്ട് കാണും. അപ്പോൾ എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോളം വിഡ്ത്ത്, റോ ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ റോ ഹൈറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് നമുക്ക് കൃത്യമായിട്ട് സെറ്റ് ആയിക്കോളും. 1.2 ഓക്കെ, ഈക്വൽ ആയിട്ടുള്ള ഹൈറ്റിൽ സെറ്റ് ആയിക്കോളും. അതുപോലെ തന്നെ നമ്മൾ ഇവിടോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈറ്റിൽ ഇവിടെ ഫില്ലല്ല. ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മളുടെ കംപ്ലീറ്റ് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ്, പേരോ കാര്യങ്ങളോ ഒക്കെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അത് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന്റെ അതിൽ വന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ അസംബ്ലി എൻക്ലോഷർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഇൻഫർമേഷൻ ആ ഇതിൽ വരിക. അതിനുശേഷം നമ്മൾ കോൺഫിഗറേഷനകത്ത് ടൈപ്പ് ന്യൂ പ്രോപ്പർട്ടി എന്നുള്ളതിനകത്ത് ഡിസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പേര് കൊടുത്താൽ മതിയാവുന്നതാണ്. ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ കൊടുത്ത പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇത് ഓരോ പാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്ടുകളിലേക്ക് ഫയലുകളിലേക്ക് പോകും. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ പാർട്ടുകൾ, അതായത് ഈ അസംബ്ലി ഈ പാർട്ടുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ബലൂണുകൾ യൂസ് ചെയ്തിട്ട് ഇതിനെ നോട്ടിഫൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അനോട്ടേഷനിൽ വരിക. അനോട്ടേഷനിൽ വന്നിട്ട് ഈ ബലൂൺ എന്നുള്ള ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. ഇവിടെ ഇട്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആ ഓരോ പാർട്ടിൻ്റെയും ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ,
നമുക്കിതിനെ ഇങ്ങനെ ബലൂണുകളൊക്കെ ആഡ് ചെയ്ത് കൂടുതൽ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ന് ഇത്ര ഇൻഫർമേഷൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.